രണ്ടുപേര് കൂടി നിന്നാൽ അതിനിടയിൽ സ്തോത്രകാഴ്ചയ്ക്ക് പാത്രം കൊണ്ടുവെക്കുന്ന പ്ലാച്ചർമോന്മാർ. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യത്തിന്റെ ബലത്തിലാണ് ഇന്ന് കൂണുപോലെ പൈശാചികദാസന്മാരുടെ സഭകൾ മുളച്ചു പൊന്തുന്നത്. രണ്ടുപേർ കൂടി നിന്നാൽ ഇവന്മാർ അവിടെ കീഴെ കൊണ്ട പാത്രം വെക്കും. എന്തിന്? സ്തോത്ര കാഴ്ച പിടുങ്ങാൻ. ഏത് പിത്തശൂല പിടിച്ചവനും പ്ലാച്ചറാകാം. വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമില്ല, പാരമ്പര്യം വേണ്ട, യാതൊരു ലൈസൻസും വേണ്ട. ആർക്കും പ്ലാച്ചറാകാം, സഭയുണ്ടാക്കാം. ഏതെങ്കിലും ഒരു ഉടായ്പ പേരിട്ടിട്ട് അവസാനം മിനിസ്ട്രി എന്നിട്ടാൽ ഒരു ചവയായി. നാക്കിന് പച്ചയുണ്ടെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. 10ാം ക്ലാസ് 10 പ്രാവശ്യം എഴുതിയിട്ട് ജയിക്കുവാൻ കൈകാലിട്ടടിച്ച അപ്പോത്തുലിയൻ ടിനു ഇന്ന് ലക്ഷറി വണ്ടികൾ കൂടാതെ കാരവാൻ മേടിച്ചപ്പോൾ ലവന്റെ കൂടെ പഠിച്ച് ഡോക്ടറായവർ, ക്ലാസ് 1 കരിയറിലെത്തിയവർ സ്വിഫ്റ്റിൽ നടക്കുകയാണ്. നമ്മൾ ഇന്ന് എന്തൊക്കെ ചരിത്രം പറഞ്ഞാലും പൗരോഹിത്യ സഭകളുടെ മൂല്യശോഷണമാണ് പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളുടെ പിറവിക്ക് കാരണം. നൈറ്റ് കൂതാശ തൊപ്പിത്തൊഴിലാളികളുടെ കന്നന്തിരിവും അഹന്തയും വചനവിരുദ്ധമായ ചെയ്തികളും കണ്ടുമടുത്താണ് പെന്തക്കോസ്ത് പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് ആരംഭം കുറിച്ചത്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ എന്ന പാട്ടും പാടിയിരുന്ന പാരമ്പര്യ പെന്തക്കോസ്തുകാരുടെ കയ്യിൽ ഡോളർ വന്നു കഴിഞ്ഞപ്പോൾ മീൻ കൂട്ടാൻ പാടില്ല, നിർബന്ധമാണെങ്കിൽ ചാറ് കൂട്ടാം എന്ന നിലപാടിലേക്ക് അവരും കാര്യങ്ങൾ മയപ്പെടുത്തി. സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുവാൻ പാടില്ല, പക്ഷേ സൂട്ടും കോട്ടും ഒക്കെ ഇടാം, ലംബോർഗിനി മേടിക്കാം, ആഡംബര വസതികൾ വാങ്ങുകയും ചെയ്യാം. അങ്ങനെയാണ് ഇവരിൽ നിന്നും ഇപ്പോൾ കാണുന്ന പ്രോസ്പെരിറ്റി കച്ചവടം നടത്തുന്ന നിയോ പെന്തോകൾ പിറവിയെടുത്തത്. വെള്ള ചീട്ടിത്തുണിയും കൊണ്ടുള്ള ജുബയും ഇട്ട് മുണ്ടും മുടുത്തു നിന്ന് വചനം പറഞ്ഞുകൊണ്ടു നിന്ന പ്ലാച്ചർമാരെ കണ്ട് ചെടിച്ച വിശ്വാസികൾ ഷർട്ടും പാൻറ്റും ഇൻസേർട്ട് ചെയ്ത് ടൈയും കെട്ടി കോട്ടും സൂട്ടും ഇട്ട് നിന്ന് സുവിശേഷം പറയുന്ന അഭിനവ അപ്പോത്തൊലിയന്മാരുടെ പിന്നാലെ പോയി. തമ്പേറടിയും കൈകൊട്ടിപ്പാട്ടും ഔട്ട് ഓഫ് ഫാഷനായി. പബ്ബ് സ്റ്റൈലിൽ അരണ്ട വെളിച്ചത്തിൽ തട്ടുപൊളിപ്പൻ പാട്ടും ടെപ്പാൻ കൂത്തുമുണ്ടെങ്കിൽ മാത്രമേ ഇന്ന് വിശ്വാസികൾക്ക് ഉണർവ് വരികയുള്ളൂ. കോലാഹല കച്ചേരി നടത്തിയിരുന്ന പ്ലാച്ചർമാർ ഇന്ന് ഫീൽഡ് ഔട്ടായി. പെർഫോമിംഗ് ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ ഇന്ന് ഓഡിയൻസ് ഉള്ളൂ. പക്ഷേ ഒരേ ഒരു ചോദ്യം അവശേഷിക്കുന്നത് ഇതാണ്: ഇവന്മാർക്കും ഇവന്മാരുടെ പൈശാചിക കൂട്ടായ്മകൾക്കും ക്രിസ്തുവുമായും വചനവുമായും എന്ത് ബന്ധമാണ് ഉള്ളത് എന്ന്. പൈശാചിക കൂട്ടായ്മയിലേക്കുള്ള ആളെ ചേർക്കലാണ് ഇവന്മാർ ഇപ്പോൾ നടത്തുന്നത്. ജനങ്ങളെ നിത്യനാശത്തിലേക്കാണ് ഇവർ നയിക്കുന്നത് എന്നും മനസ്സിലാക്കുക. ഇനി സിസിലി എന്ന പെന്തക്കോസ്ത് സഭാംഗമായ വിട്ടമ്മയുടെ പ്രതികരണം കേൾക്കുക. ഞാൻ കോട്ടയത്തിൽ നിന്ന് വിളിക്കുക. എന്നെ വലിയ ചട്ടക്കൂടുണ്ടെന്നൊക്കെ പറയുന്ന ചട്ടക്കൂടുകൾക്കകത്ത് നിൽക്കുന്നെന്ന് പറയുന്ന IPC, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്, AG എന്നൊക്കെ പറയുന്ന സഭകളിലേക്ക് എന്നെ കല്യാണം കഴിച്ചു വിട്ടതാ. അത്രയും സഭകളിലേക്ക് കല്യാണം കഴിച്ചു വിട്ടോ? സാർ, അത്രയും സഭകളല്ലേ സാർ, അതിലൊരു സഭ. ഏത് സഭ? അതിലേത് സഭ? ഈ AG സാറേ. ഞാൻ അവിടെ ചെന്ന് ഒരു 10-18 വർഷത്തെ അനുഭവം എനിക്കുണ്ട്. എന്ന് വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ സാറേ ഇവർ മുഴുവൻ കള്ളത്തരവാ സാറേ. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ, ഒന്നും ഇല്ലാതിരുന്ന കാലത്തൊക്കെ ആണെങ്കിൽ നല്ല എന്താ പറയാ, ഇതിനകത്ത് നല്ല പിന്നെ ആത്മീയതയുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം പ്രോസ്പെരിറ്റിയുടെ സുവിശേഷമാണ് എൻ്റെ സാറേ വരുന്നത്. അതുകൊണ്ട് എന്തുവാ, പണ്ട് എൻ്റെ പപ്പയൊക്കെയാണ് ചെറുപ്പകാലത്ത് ഒരു വയറുവേദനയായിട്ട് പോലും ചെന്ന് കഴിഞ്ഞാൽ അവിടെ പ്രാർത്ഥിച്ചാൽ അന്നേരം വിടുതലായിരുന്നു. ഇപ്പൊ എത്ര കണ്ട് സ്തോത്രം പറഞ്ഞാലും പ്രാർത്ഥിച്ചാലും ദിവസങ്ങളോളം പ്രാർത്ഥിച്ചാലും വർഷങ്ങളോളം പ്രാർത്ഥിച്ചാലും സൗഖ്യമില്ല. അങ്ങനെയാണല്ലേ ഈ സ്തോത്രം പറഞ്ഞ വയറുവേദനയൊക്കെ പോകാനാണെങ്കിൽ മെഡിക്കൽ കോളേജും ആശുപത്രിയൊക്കെ നമുക്ക് പൂട്ടിയിട്ടിട്ടിരുന്ന് സ്തോത്രം പറഞ്ഞ പോലായിരുന്നു എല്ലാവരുടെ. അല്ല സാറേ, ഇതിനകത്ത് ആത്മീയത ഉണ്ടായിരുന്നു. ഇപ്പൊ സമൃദ്ധി വന്നതോടുകൂടി വിളിച്ചാ ദൈവം കേൾക്കുന്നില്ല. അതാ പറഞ്ഞേ, ഈ സമൃദ്ധി കൂടിയിട്ട് അവനവന്റെ വയറ് നോക്കാതെ വാരി വലിച്ച് വെട്ടിയടിച്ച് അധികം വരുന്ന ഓരോ പൈസയും കോശങ്ങളായി പരിണമിച്ച് ആണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതെ സാറേ, അതുകൊണ്ട് എന്താ വിളിച്ചാൽ ഇപ്പം ആത്മീയത അതിനകത്തില്ല. കാരണം ഇങ്ങനെ കള്ളത്തരങ്ങൾ കാണിച്ചാൽ അവർക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് മാത്രമോ എൻ്റെ സാറേ, ഒരു ഇതിനകത്ത് സ്തോത്ര കാഴ്ച, പിന്നെ കൈമടക്ക്, ദശാംശം, ഇതും ഈ ഒരു 2 കുഞ്ഞു കൊച്ചുങ്ങൾ അവിടെ നിന്ന് കൂടിക്കഴിഞ്ഞാൽ അവിടെ ഒരു പാത്രം കൊണ്ട് സ്തോത്ര കാഴ്ച എടുക്കുക. സ്ത്രീകളുടെ സംഘടന പ്രത്യേകം, പുരുഷന്മാരുടെ സംഘടന പ്രത്യേകം, പിന്നെ ഞായറാഴ്ച ആകുമ്പോൾ സഭായോഗം, പിന്നെ ഇടം മീറ്റിംഗ്, വീടുകളിൽ പ്രാർത്ഥന വെച്ച് അതിന് കൈമടക്ക്, പിന്നെ മാസം ലേലം, പുതിയതായിട്ട് എന്തെങ്കിലും ഒരു വിളവെടുത്തതിനോ നമ്മുടെ വീട്ടുവളപ്പിൽ ഉണ്ടായതാണെങ്കിലും അല്ലാതെ മേടിച്ചും കൂടെ ആണെങ്കിലും കൊണ്ടുവന്നിട്ട് ഇവർ ലേലം വെപ്പാം.
കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ആരാധനാലയങ്ങളിൽ ഇതുപോലെ വഴിവാണിപ്പക്കാരല്ല, ആരാധനാലയത്തിൽ ഇതുപോലെ കൊണ്ടുവന്ന് ഓരോ സാധനങ്ങൾ വിറ്റവരെല്ലാം അടിച്ചു പുറത്താക്കി. പക്ഷെ അതിനകത്ത് നടക്കുന്നതെല്ലാം ഇപ്പം ലേലമാണ് അതിനകത്ത് നടക്കുന്നത്. ഒരു സാധനമൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു 5 രൂപയുടെ സാധനം കൊണ്ടുവന്നിട്ട് 500ഉം 600ഉം രൂപയ്ക്കാണ് അത് ഉറപ്പിക്കുന്നത്, ലേലം ഉറപ്പിക്കുന്നത്. ചർച്ചിനകത്തുള്ളവർ തന്നെയാ ഈ മൊണ്ണകൾ മേടിക്കാൻ ഇരുന്നിട്ടല്ലേ ഈ കച്ചവടം നടക്കുന്നത്. അതേസമയം ഈ 5 രൂപയ്ക്ക് കൊണ്ടുപോകുന്നത് 5 നയ പൈസക്ക് ആരും മേടിക്കാതിരുന്ന ഇവൻ തന്നെ കൊണ്ടുപോകത്തില്ലേ തിരിച്ച്? അതെ സാറേ, ഇത് പിന്നെ വിശ്വാസികൾ തന്നെയാ കൊണ്ടുവന്ന് ഈ കാട്ടാൻ കാണിക്കുന്നത് ഈ ഇത്തരം പരിപാടികൾ. ഇത് കർത്താവായ യേശുക്രിസ്തു പിന്നെ എതിർത്ത കാര്യങ്ങളാണ് ഇവരിപ്പോ ഇതിനകത്ത് നടന്നത്. അല്ല, നമ്മൾ ഈ സംസാരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇതിനകത്തേക്ക് വലിച്ചിട്ടുണ്ട്. കാരണം കർത്താവായ യേശു ക്രിസ്തു ഈ കള്ളന്മാരും തമ്മിൽ എന്താ ബന്ധം? ഇത് ക്രിസ്തുവായിട്ട് യാതൊരു ബന്ധമില്ല. അന്നേരം ഇത് വേറെ എന്തോ പേക്കൂട്ട്. കർത്താവിന്റെ പേരില് വർഷങ്ങളുടെ കണക്ക് പറയുന്നവരാണ് ഈ നടത്തുന്നത്. 100, 150 വർഷം കണക്ക് പഴക്കം പറയുന്നവരാണ് കർത്താവിന്റെ പേര് നടത്തിക്കൊണ്ടുവന്ന ചർച്ചകളാണ് ഈ നടത്തുന്നത് മുഴുവനും. ഈ കുന്നംകുളത്ത് മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഉണ്ടാക്കി വിൽക്കുന്നവരില്ലേ, അവര് നല്ല ബ്രാൻഡുകളുടെ അല്ല നല്ല സാധനങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കത്തുള്ളൂ. അന്നേരം ഇവന്മാർ കർത്താവിന്റെ പേര് അടിച്ചു മാറ്റി പേര് ഉപയോഗിച്ചുകൊണ്ട് വചനക്കൊള്ള നടത്തുന്ന കള്ളന്മാരാണ് ഇവന്മാര്. അന്നേരം ഇവന്മാർക്ക് ക്രിസ്തുവായിട്ട് എന്താ ബന്ധം? ക്രിസ്തുവിനെ അറിയാവുന്നവന്മാർ ഈ പണി ചെയ്യാൻ പോവോ? സാറേ, ഇതിനകത്ത് ജീവിക്കുന്നവരുണ്ട്, ആ ജീവിക്കുന്നവരുടെ പേര് പോലും കളയുകയാണ്. കർത്താവ് ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തത് അപ്പനും അമ്മയും തനിക്കുള്ളതിനെ സകലതും വിട്ട് തന്നെ അനുഗമിക്കാനാണ് പറഞ്ഞത്. ഇവര് പിന്നെ ജീവിക്കാൻ വേണ്ടി ഈ ഒരു പിന്നെ കുപ്പായം എടുത്ത് അണിഞ്ഞുകൊണ്ട് നിന്റെ എല്ലാം ഉപേക്ഷിച്ച് നിന്റെ എല്ലാം വിറ്റ് നിന്റെ ദശാംശവും സ്വോത്ര കാഴ്ചയിലെ എനിക്ക് നിന്ന് നീ ദരിദ്രനാകുക, ഞാൻ കാശുണ്ടായിക്കൊള്ളാം എന്നല്ലേ പറയുന്നത്. അതെ അതെ, ഈ ഒരു കൺവെൻഷൻ ഇങ്ങോട്ട് വരട്ടെ, ഇവർക്കൊക്കെ ഓരോ പിന്നെ ബഡ്ജറ്റ് ഉണ്ട്. പിന്നെ ഈ കൺവെൻഷൻ കഴിഞ്ഞിട്ട് വേണം ഇവരുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം പിന്നെ മകളുടെ കല്യാണമാണെങ്കിലും വീട് മേടിക്കാനാണെങ്കിലും സ്ഥലം വാങ്ങിക്കാനാണെങ്കിലും ഇതെല്ലാം കണ്ടുകൊണ്ട് ഇവരെല്ലാം ഒരു ബഡ്ജറ്റ് വെക്കും. ഒരു ചർച്ച് ഇത്ര രൂപ കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അവരെ ആ ഇതിന്റെ ലെവലിൽ നിന്ന് മാറ്റിക്കളയും. ഇത് കഴിയുമ്പോഴോ കൺവെൻഷന് ആകെ കൂടെ എന്ന് പറയുന്ന ഒരു പന്തലിടേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ ഈ പൈസ എല്ലാം കൂടെ പിരിച്ചെടുക്കാൻ അതിനകത്ത് കിടന്ന് അടിയാണ്. ഈ കൺവെൻഷൻ നടത്താൻ ഓരോരുത്തരും ഓരോരോ കാരണങ്ങൾ കേട്ടിട്ടില്ലേ? പിന്നെ ഒരു ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്ന ഒരു അവസരത്തിൽ എൻ്റെ സാറേ പിന്നെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി തോളോട് തോൾ കൈയിട്ട് നടക്കുന്നവർ വരെ അവിടെ കിടന്ന് തെറിയല്ലാത്തതായിട്ടുള്ളതെല്ലാം വിളിക്കും. കസാര എടുത്ത് അടിക്കല്, പിന്നെ ആഹാരം വാരി എറിയല്. എൻ്റെ സാറേ, ഇതിനകത്ത് നടക്കുന്നത് കൊള്ളത്തരങ്ങളും പിന്നെ എല്ലാവിധ എന്താ അതിന് ഉചിതമായിട്ടുള്ള വാക്ക് എനിക്ക് കിട്ടുന്നില്ല. അത് അതിനകത്ത് നടക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് സ്തോത്രം പറയും, കൈയടിക്കുക, ഹല്ലേലൂയ പറയുവോ? ഈ പണി നടത്തിയിട്ട് സ്തോത്രം പറയുവോ? അതെ സാറേ, നാണമില്ലാതെ ദൈവത്തിന് പോലും, ദൈവത്തിന്റെ ദൂതന്മാർക്ക്, യേശുവിന്റെ ദൂതന്മാർക്ക് നാണക്കേടുണ്ടാക്കുമാർ അവര്. ഞാൻ വീണ്ടും ഇടപെടുകയാണ്. ദൈവത്തിന്റെ ദൂതനെ ഇതിനകത്തേക്ക് പിടിക്കാതെ, ദൈവം ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. വേറെ എന്തെങ്കിലും ക്രിസ്തുവിനും ദൂതന്മാർക്കൊന്നും ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. അവരെന്തിനാ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നത്? ഇവന്മാരുടെ പേര് പറഞ്ഞല്ലേ ഇവര് ഈ പണിയെല്ലാം കാട്ടിക്കൂട്ടുന്നത്. അപ്പം നുറുക്കുന്നതും പിന്നെ സ്നാനപ്പെടുന്നതും രക്ഷിക്കപ്പെടുന്നതും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നതെല്ലാം കർത്താവിന്റെ പേര് പറഞ്ഞിട്ടല്ലേ. ഈ കള്ളന്മാരാ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവന്മാരാണ് ഈ പണികൾ കാണിക്കുന്നെങ്കിൽ പിന്നെ പരിശുദ്ധാത്മാവ് ആരാ? അതെ, കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പോയപ്പം നമ്മളോടുകൂടി ഇരിക്കേണ്ടതിന് ദൈവം അയച്ചതെന്നാണ് പരിശുദ്ധത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ. ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പരിപാടിയാണ് ഇവരുടെ കയ്യിലിരിക്കുന്ന മുഴുവനും. സാർ, ഇത്രയെങ്കിലും പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിനപ്പുറം ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഇത്രയും എനിക്ക് സാറുമായിട്ട് പങ്കുവെക്കാൻ പറ്റിയത് മനസ്സിന് വളരെയധികം സന്തോഷം. സാറിന്റെ പ്രവർത്തനങ്ങളൊക്കെ സ്തുത്യർഹമാണ്. താങ്ക് യു സാറേ. തപ്പുകൊട്ടിയും കിന്നരം മീട്ടിയും യഹോവയെ സ്തുതിക്ക എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഇവന്മാർ തുള്ളിച്ചാടുന്നത്. പക്ഷേ ഇവന്മാർ സ്തോത്ര കാഴ്ചയും ദശാംശവും പിടുങ്ങുന്നത് എന്തിനാണ്? ഏത് വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിനക്കുള്ളതെല്ലാം വിട്ട് ക്രിസ്തുവിനെ പിൻപറ്റാനാണ് കർത്താവ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു പ്ലാച്ചർമാർ ഇവന്മാർക്കുള്ള എന്തെങ്കിലും ത്യജിക്കുവാൻ തയ്യാറാവുമോ? ഒരു മുട്ടുസൂയെങ്കിലും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.